പുതിയ കാവിലെ പള്ളി കണ്ടിട്ടുണ്ടോ? ഓ, എത്ര കോടി രൂപയാണെന്നറിയാമോ? എറണാകുളത്ത് ലുലു മാള് കണ്ടിട്ടുണ്ടോ? എത്ര കോടിയാണെന്നറിയാമോ? ഈ തിരുവനന്തപുരത്ത് ഇഞ്ചക്കൽ നമ്മുടെ ബൈപ്പാസിൽ ഒരു ലുലു മാള് വരുന്നു, എത്ര കോടിയാണെന്നറിയാമോ? ഇതെല്ലാം ഇനി കിട്ടാൻ പോവാ. ഇതെല്ലാം RSSന്റെ ശാഖയുടെ ഓഫീസാക്കാൻ പോവാ. ഇവന്മാരെ എല്ലാം അടിച്ച് കളയാൻ പോവാ. പുളിരു കോരുകയാണ് RSSകാർക്ക് ഇപ്പൊ ഇത് കാണുമ്പോൾ. ഓ, ലുലു മാള് കൈ കിട്ടുക, പുതിയാവിലെ പള്ളി കൈ കിട്ടുക, ഇതെല്ലാം അവിടെ കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ മുഴുവൻ സമ്പത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവരെ പുറത്താക്കാൻ പോവുകയാണ്. ഇതാണ് പാവപ്പെട്ട BJPക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ സ്വത്തെല്ലാം കൈയടക്കാൻ പോവുകയാണ്. ഈ രാജ്യം ആരുടേതാണെന്നറിയാതെ അതിന് തടസ്സമായിട്ട് നിന്ന് എല്ലാത്തിനെയും അവർ തട്ടിത്തെറിപ്പിക്കും. എന്താ ഇതിന്റെയൊക്കെ ലക്ഷ്യം? ഈ ആശയം ഇവർ പറയുന്നത് 1922 ദ ബെഞ്ച് ഓഫ് തോട്ട് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പൊ ആ പുസ്തകം കിട്ടാനേ ഇല്ല. വിചാരധാര എന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 735 പേജുണ്ട് വിചാരധാരയിൽ. ആ വിചാരധാരയിലെ 19, 20, 21 അധ്യായം. ഞങ്ങളുടെയൊക്കെ പഴയ യുവജന സംഘടനാ പ്രവർത്തന കാലത്ത് ഇത് ഒരുപാട് സ്ഥലത്ത് ഈ സാധനം എടുത്തുകൊണ്ട് പോയി പ്രസംഗിക്കാൻ പോകുമായിരുന്നു. എന്താ ഈ പുസ്തകം? അന്ന് ആർക്കും മനസ്സിലായില്ല. എല്ലാവരും നമ്മൾ വെറുതെ അതിശോക്തി പറയുന്നു എന്നാ പറഞ്ഞത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ 3 ശത്രുക്കളുണ്ട്. RSS 1925 ഉണ്ടാവുന്നേ. RSSന്റെ സൈദ്ധാന്തിക ഗ്രന്ഥം 1923 ഉണ്ടാവുന്നേ. ആ ഗ്രന്ഥം എഴുതിയ ആളിന്റെ പേരാണ് MS ഗോൾവക്കർ. അതിനുശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻസ്. നമ്മൾ അഥവാ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു. ആ പുസ്തകം വരെ 1939. ഈ 2 പുസ്തകത്തിലും പറയുന്നത് എന്താ അറിയോ? ഇന്ത്യക്ക് 3 ശത്രുക്കളുണ്ട്. 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റുകാർ. എന്നിട്ട് ഈ 3 പേരുമാണ് ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജ് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോ. വിദേശ വംശങ്ങളിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ? വിദേശ ആശയങ്ങൾ. മുസ്ലിം വിദേശീയമാണ്, ക്രിസ്ത്യാനി വിദേശീയമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിദേശീയമാണ്. അവർ ഹിന്ദുക്കളുടെ ഭാഷയെയും സംസ്കാരത്തെയും കളങ്കപ്പെടുത്തുന്നവരാണ്. ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രം മഹത്വവൽക്കരിക്കുക എന്ന ജോലി അവർ ഏറ്റെടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ ഹിന്ദു വംശത്തിൽ ലയിക്കണം. അങ്ങനെയും ചെയ്തില്ലെങ്കിൽ അവർ ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത, പ്രത്യേക പരിഗണന അർഹിക്കാത്ത, അവസാനത്തെ വാക്ക് കേട്ടോ, പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്നവരായിരിക്കും. 1923 എഴുതി വെച്ച സാധനമായത്. 2025 ആകുമ്പോൾ 100 വർഷം തികയും. പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്ന ഒരുവരായിട്ട് അവർ മാറും എന്ന് അന്ന് എഴുതി വെച്ചതാ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളും RSSും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. 1948 ജനുവരി 30 ഗാന്ധിജി മരിക്കുമ്പോ ഇന്ത്യ സ്വതന്ത്രമായിട്ട് എത്ര നാൾ കഴിഞ്ഞ്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. 5 മാസം ഇന്ത്യയിൽ ആ മനുഷ്യൻ താമസിക്കാൻ സമ്മതിച്ചില്ല. 80-ാമത്തെ വയസ്സിൽ എല്ലിച്ച ശരീരം, 4 വെടിയുണ്ടകൾ കേറ്റ് കയ്യിൽ പിടിച്ചിരുന്ന ഭഗവത്ഗീത നെഞ്ചോട് ചേർത്ത് ചോരയൊഴുകി കിടന്നിരുന്ന ആ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന കേസിലെ 6-ാമത്തെ പ്രതിയാണ് BJP പാർലമെന്റിൽ കൊണ്ടുവന്ന് നമ്മുടെ BR അംബേദ്കറിന്റെ എതിരായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ചിത്രമുണ്ടല്ലോ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ. ആ ചിത്രം വെച്ചിരിക്കുന്നത് സാക്ഷാൽ VD സവർക്കറിന്റെതാണ്. ആ ചിത്രത്തിന്റെ മറുപുറത്താണ് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ മഹാത്മജിയുടെ ചിത്രം ഇരിക്കുന്നത്. മഹാത്മജിയെ വെടിവെച്ച കൊന്നാൾ ബുദ്ധന്റെ അഹിംസയും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ നയതന്ത്രജ്ഞതയും രന്തിദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിന് കിടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായ്പിനെന്ന് വള്ളത്തോളിനാൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന തലമുറ, അടുത്ത നൂറ്റാണ്ടിൽ ജീവിക്കുന്ന തലമുറ ഇങ്ങനെ മജ്ജയും മാംസവുമായിട്ട് ഒരു മനുഷ്യൻ നടന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുമെന്ന് ആരെ കുറിച്ച് പറഞ്ഞോ? ആ മഹാത്മജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചിട്ട് ഒറ്റ കാരണത്താലാണ് ഗാന്ധിജിയെ അവർ കൊല്ലുന്നത്. ഞാൻ ഇന്ന് കണ്ട ഒരു പോസ്റ്റർ, അവരുടെ ഒരു നേതാവ് ജാഥ നടത്തുന്നതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ട് ചിരിച്ചുപോയി. ഗാന്ധി സങ്കല്പ യാത്ര, BJPയുടെ യാത്രയുടെ പേരാ ഗാന്ധി സങ്കല്പ യാത്ര. ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവർ സങ്കല്പയാത്ര നടത്തുകയാണ്. ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലാനുള്ള കാരണം എന്താണ്? ഒറ്റ മുദ്രാവാക്യമാണ്, ഈശ്വർ അല്ലാ തേരേ നാം. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്തിനാ തർക്കിക്കുന്നത്? ഒരാൾ പറയുന്നു രാമനാ ദൈവം, വേറൊരാൾ പറയുന്നു റഹീമാ ദൈവം. അപ്പൊ മഹാത്മാഗാന്ധിജി പറഞ്ഞു ഈശ്വർ അല്ലാ തേരേ നാം. ഇത് പറഞ്ഞതിനാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നത്. പിന്നെ അദ്ദേഹം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ഒരു 40 കോടി രൂപ ബാലൻസ് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഇന്നത്തെ ഒരു 400-4,000 കോടിയായിരിക്കും.
ഗാന്ധിജി നെഹ്റുവിനോട് പറഞ്ഞു ആ പൈസ കൊടുക്കാൻ പറഞ്ഞു. ക്യാബിനറ്റ് കൂടിയിട്ട് കൊടുക്കുന്നതിൽ മടി കാണിച്ചു. ഗാന്ധിജി പറഞ്ഞു ആ പൈസ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ഗാന്ധിജി പോയി നിരാഹാര സത്യാഗ്രഹം കിടന്നു. ഈ മനുഷ്യൻ അവസാനമായിട്ട് നിരാഹാര സത്യാഗ്രഹം കിടന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ വേണ്ടിയാ. ഇന്ത്യ ഗവൺമെന്റ് പിന്നീട് പൈസ കൊടുത്തു. ആ മഹാത്മജി ജീവിച്ചിരുന്നാൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ കൊല്ലുക. മുസ്ലിംകൾ ജീവിച്ചിരുന്നാൽ പറ്റില്ല, ക്രിസ്ത്യാനി ജീവിച്ചിരുന്നാൽ പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ തലയ്ക്ക് 3 കോടി രൂപ പ്രഖ്യാപിച്ചത്. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ ചിലർ കരുതും മുസ്ലിങ്ങൾക്കല്ലേ ഉള്ള പ്രശ്നം, ക്രിസ്ത്യാനികൾക്കല്ലേ ഉള്ള പ്രശ്നം. അതിനാണ് ജർമ്മൻ കവി, ഒരു പാസ്റ്ററായിരുന്നു നെപ്പളർ, ഒരു കവിത എഴുതിയിട്ടുണ്ട്. വലിയ കവിതയൊന്നുമല്ല, പുള്ളി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ആദ്യം അവർ ജൂതന്മാരെ തിരക്കി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ജൂതന്മാരെ തിരക്കി വന്നതിന് ഞാൻ എന്തിനാ വേളം ഉണ്ടായി. രണ്ടാമത് അവർ മുസ്ലിങ്ങളെ തിരക്കി വന്നു. ഞാൻ ശബ്ദിക്കാൻ പോയില്ല, ഞാൻ മുസ്ലിം അല്ല. മൂന്നാമത് അവർ ക്രിസ്ത്യാനികളെ തിരക്കി വന്നു. ഞാൻ മിണ്ടാനേ പോയില്ല, ഞാൻ ക്രിസ്ത്യാനിയല്ല. നാലാമത് അവർ എന്നെ തിരക്കി വന്നു. ഞാൻ ചുറ്റിനും നോക്കിയപ്പോൾ ഒരുത്തനും ഇല്ല എന്നെ രക്ഷിക്കാൻ. ഈ അവസ്ഥയായിരിക്കും നാട്ടിലെ 80% വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകാൻ പോവുക. കാരണം ഈ മനുസ്മൃതിക്കകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ പുസ്തകത്തിനകത്ത് അതിനകത്ത് 3 വംശങ്ങളെ അവർ അംഗീകരിക്കൂ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. 4ാമത് ശൂദ്രനാണ്. കേരളത്തിലെ നായർ വിഭാഗം ഉൾപ്പെടെ അതിനകത്താ വരുന്നത്. നമ്മുടെ നായർ വിഭാഗത്തിന് കേട്ടാ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ശൂദ്രൻ 4 ചർണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. കേരളത്തിൽ വൈശ്യന്മാരില്ല. വൈശ്യനാണ് ഈ ഗാന്ധിജി. വൈശ്യവംശത്തിൽപ്പെട്ട ആളാണ് ഗാന്ധിജി. ഗുജറാത്തിലെ ബനിയാണ് ജാതി. ഗുജറാത്തിലെ ബനിയാണ് ആരാധിച്ചിരുന്നത് വിഷ്ണുവിനെയാണ്. വൈഷ്ണവ ജനതയാണ് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആരാണ്? ക്ഷത്രിയനും ഹിന്ദുക്കൾ ബ്രാഹ്മണരുമാണ്. അവരുടെ കൂട്ടത്തിൽ ഈ പിന്നാക്കക്കാരൻ വരില്ല. അതുകൊണ്ടാണ് 10 ലക്ഷം ഹിന്ദുക്കളെ വിളിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ മുസ്ലിം ഹിന്ദു മതം വിട്ടിട്ട് പോകാനുള്ള കാരണം അതാണ്. കുമാരനാശാൻ ചണ്ടാല ഭിക്ഷു എഴുതിയപ്പോ ആനന്ദഭിക്ഷുവിനെ കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് പരിചയപ്പെട്ട പെങ്കൊച്ച് ആനന്ദഭിക്ഷു വന്നപ്പോ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, ഗ്രാമത്തിൻ പുറത്ത് ഇങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ. എനിക്ക് ഗ്രാമത്തിനകത്ത് വസിക്കാൻ അധികാരമില്ല, ഗ്രാമത്തിന് പുറത്താണ് ഞാൻ. അതാണ് ചണ്ടാളൻ. ആ ചണ്ടാളർ സ്വയം പേര് മാറ്റി. ചണ്ടാളർ എന്ന പേര് വേണ്ട, അവർ ഉണ്ടാക്കിയ പേരാണ് നാമശൂദ്രർ. ആ നാമശൂദ്രരാണ് 12 ലക്ഷം പുറത്താക്കിയത്. എങ്ങനെ പൗരത്വം തെളിയിക്കാൻ പറ്റും? ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമിന്റെ പൗരത്വം എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിന്റെ പേര് ഞാൻ പറയാം. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിലെ 1ാമത്തെ പൗരനായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഇപ്പൊ ആസാമിലാണ് താമസിക്കുന്നത്. ഈ നിയമം വന്നു കഴിഞ്ഞപ്പോ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ പിന്മുറക്കാർ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായി. എങ്ങനെ തെളിയിക്കും അവര്? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ ആളുകൾ ഈ യോഗം കേൾക്കുന്നവർക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും ജനന മരണ രജിസ്റ്റർ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത് എന്നാ? 969-ലാണ്. 69-ന് മുമ്പ് നിങ്ങൾക്ക് ജനന മരണ രജിസ്റ്റർ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണ്ട. വയറ്റാട്ടി പറയും. അച്ഛമേലെ ഭാഗിനിയമ്മ വയറ്റാട്ടി പറയും, പരീക്ഷ എഴുതിയ പേപ്പറിന്റെ സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ 8ാം ക്ലാസ്സിൽ അവിടെ പഠിച്ചിരുന്നതായിട്ട് HM എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് തെളിയിക്കാം. 969-ന് മുമ്പ് പഞ്ചായത്തിൽ രേഖയില്ല. നിങ്ങൾ എങ്ങനെ വയസ്സ് തെളിയിക്കും? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പൗരത്വം തെളിയിക്കും? അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ഇന്ത്യയിൽ ജീവിച്ചിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് പൗരത്വം കിട്ടൂ. അപ്പൊ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ തലമുറ മുഴുവൻ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായി. 2ാമത്തെ ആളാരാ? പാകിസ്ഥാനുമായിട്ട് കാർഗിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാഷ്ട്രപതിയുടെ പതക്കം നെഞ്ചിലേറ്റിക്കൊണ്ടുവന്ന പട്ടാളക്കാരന്റെ പിന്മുറക്കാർക്ക് ഇല്ല. ഇന്നലെ പുറത്തു വന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി 982-ൽ ആസാം മുഖ്യമന്ത്രിയായിരുന്ന തൈമൂർ, അവര് പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും പറയുക, നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, ഇവിടെ ജീവിക്കുന്നവർക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്ന ജിഹാദികൾക്കാണ്, തീവ്രവാദികൾക്കാണ്. ആരാടോ ഈ തീവ്രവാദി? ഈ തീവ്രവാദി ആരാ? സംജോത എക്സ്പ്രസിന്റെ ബോംബ് സ്ഫോടനം നടത്തിയതാരാ? സ്വാമി അസീമാനന്ദ. മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ച് വെടിവെച്ചു കൊന്ന ആളാരാ? സ്വാമി പ്രഗ്യാ സിംഗ്, പാർലമെന്റ് മെമ്പറാ. ഗുജറാത്തിൽ 2000 പേരുടെ കൊലപാതകത്തിന് ഉത്തരവാദിയുടെ പേരെന്താ? സാക്ഷാൽ നരേന്ദ്രമോദി. 2000 മുസൽമാന്മാരെ കൊന്നതിന്റെ പരിഹാരമായിട്ടാണ് ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തത്. ആരാ തീവ്രവാദി? ഇസ്ലാമിക മാത്രമാണ് തീവ്രവാദി? അല്ല, ഹിന്ദുവിലും തീവ്രവാദിയുണ്ട്, ഇസ്ലാമിലും തീവ്രവാദിയുണ്ട്. ഇസ്ലാം തീവ്രവാദികൾ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുക. അവരാ അവസരം ഉപയോഗിക്കണമെന്നാ BJP-കാർ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം തീവ്രവാദികൾ റോഡിലിറങ്ങി ഹിന്ദു വിഭാഗത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ ഹിന്ദുക്കൾ ഒരുമിക്കും. നിങ്ങൾ ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടുവോ? ഇവിടെ 4-5 ലൈറ്റുകൾ മിന്നിത്തിളങ്ങി വെട്ടിത്തിളങ്ങുക. ആദ്യം വെളിച്ചം കുറവായതുകൊണ്ട് പിന്നെ അവർ 3-4 എടുത്തോണ്ട് വെച്ചിരിക്കുക. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പറ്റില്ല, വെളിച്ചം കൊണ്ട് നേരിടാൻ പറ്റൂ. തീയെ വെള്ളം കൊണ്ട് നേരിടാൻ പറ്റൂ, തീയെ തീ കൊണ്ട് നേരിടാൻ പറ്റില്ല.
ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശബ്ദം കേൾക്കണം RSSകാർക്ക്. എന്നിട്ട് പറയണം താണ്ട ജിഹാദികൾ. ഇപ്പൊ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവർ വിളിക്കുന്നത് ജിഹാദികളോടൊപ്പം ചേർന്നിരിക്കുന്നതാണ്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളെന്നാണ് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ ആശയമാണിത്? ഇവർക്ക് പുറത്തുനിന്ന് കിട്ടിയ ആശയം. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് കിട്ടിയ ആശയമാണ്. ഇവരുടെ നേതാവാര അഡോൾഫ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറിന്റെ അവസ്ഥ അറിയാം. 1935 ഹിറ്റ്ലർ ഇതുപോലൊരു നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ പേരാണ് ന്യൂറംബർഗ് നിയമം. ഹിറ്റ്ലർ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ സമ്മേളനത്തിൽ വിളിച്ചുകൂട്ടി ആ സമ്മേളന സ്ഥലത്ത് വെച്ച് പറഞ്ഞു, നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് ജർമ്മൻ വംശജരാണ്, ആര്യന്മാരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ ജൂതന്മാരാണ്. ആ ജൂതന്മാർ രണ്ടാം കിട പൗരന്മാരാണ്. നിയമം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ടോ ജൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകാം. പോകുമ്പോൾ നിങ്ങളുടെ വസ്തുവിന്റെ 90% തുക ടാക്സ് അടച്ചിട്ട് പോകണം. അവർക്ക് പുറത്തു പോകാൻ കഴിയാതായി. അവരെ ഡിറ്റൻഷൻ സെന്ററിൽ അടച്ചു. എന്താ ഡിറ്റൻഷൻ സെന്റർ? നിങ്ങൾ കൊല്ലത്ത് സബ് ജയിലിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു വാതിൽ കാണും, അതിനൊരു കിളിവാതിൽ കാണും, അവിടെ ഒരു ഫാൻ കാണും, ചിലപ്പോ അവിടെ ടോയ്ലറ്റ് കാണും. ഡിറ്റൻഷൻ സെന്ററിൽ അത് കാണില്ല. 3000 പേരെ ഒരുമിച്ച് അടയ്ക്കും. എന്താ ജർമ്മനി ചെയ്തതെന്നറിയാവോ? 65 ലക്ഷം ജൂതന്മാരെ പിടിച്ച് ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ അടച്ചു. ഡിറ്റൻഷൻ ക്യാമ്പിൽ ഗ്യാസ് തുറന്നു വിട്ടപ്പോഴോ ശ്വാസം കിട്ടാതെ തൊട്ടടുത്ത് നിന്ന സഹജീവിയുടെ നെഞ്ചു വലിച്ചു പൊളിച്ചു. ഒഴുകി വന്ന ചോര നക്കി കുടിച്ചു. ശ്വാസം കിട്ടാതെ മറ്റവന്റെ വായിലർപ്പിച്ചു. വാ കൊണ്ട് മൂടി. ജനങ്ങൾ പിടഞ്ഞു മരിച്ചു. 65 ലക്ഷം ആളുകൾ ജർമ്മനിയിൽ ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് പിടഞ്ഞു മരിച്ചു. ഈ പുസ്തകത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ജർമ്മനിയിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. എങ്ങനെയാണ് അവർ ജൂതരെ ഇല്ലാതാക്കിയത് എന്നത് നമുക്ക് പാഠമായിട്ട് മാറണം. RSSന്റെ ക്യാമ്പിൽ പഠിപ്പിക്കുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഹിറ്റ്ലർ എങ്ങനെ മരിച്ചെന്നറിയാവോ? ഓടി. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള യുദ്ധത്തിലോടി, ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധത്തിലോടി, അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിലോടി. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ജർമ്മനി തകർന്നു. ഹിറ്റ്ലർ ഓടി എവിടാ പോയത്? ഒരു ക്യാമ്പിന്റെ, ഇതുപോലൊരു ക്യാമ്പിന് അകത്ത് കയറിയിരുന്നു. കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. ഔദ്യോഗിക ഭാര്യ അല്ലായിരുന്നു, ഈവ ബ്രൗൺ. സയനൈഡ് വിഷം എടുത്തു കഴിക്കാൻ. വെടിയേറ്റ് മരിക്കണ്ടെന്ന് കരുതി സയനൈഡ് വിഷം എടുത്തു. ഈ സയനൈഡിന്റെ പ്രത്യേകത അറിയാവോ? ചുണ്ടിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ തന്നെ മരിച്ചുപോകും. അതാണ് സയനൈഡ്. കഴിക്കണമെന്നില്ല. പക്ഷെ ഈ വിഷം എടുത്തു വെച്ചിട്ട് തന്റെ വെപ്പാട്ടിയോട് ഹിറ്റ്ലർ ചോദിക്കുക, എടേ ഇത് കഴിച്ചാൽ മരിക്കുവോ? ഒരു സംശയം. അതുകൊണ്ട് ഇത് കഴിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഇയാൾ ഇടംകയ്യനാണ്. ആ ഇടത്തെ കയ്യിൽ റിവോൾവർ എടുത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെടിവെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ ഹിറ്റ്ലറുടെ പടം നരേന്ദ്രമോദി ഒരു ദിവസം 2 പ്രാവശ്യം സൂക്ഷിച്ചു നോക്കുന്ന നല്ലതാ. 2 പ്രാവശ്യം സൂക്ഷിച്ചു നോക്കണം. ഇനി അടുത്ത ആളാരാ? മുസോളിനി മരിച്ചെങ്ങനാന്നറിയാവോ? പുറകിൽ വെടിയേറ്റാ മരിച്ചേ. ഇറ്റലിക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ പുറകിൽ നിന്നുകൊണ്ടാ വെടിവെച്ച. കാരണം ഓടുക. ഇവിടെ ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയ വാര്യംകുന്നത്തെ മുഹമ്മദ് ഹാജി ഇല്ലേ? മലയാള രാജ്യം പ്രഖ്യാപിക്കാൻ പോയ വാര്യംകുന്നത്തെ മുഹമ്മദ് ഹാജി കണ്ണ് കെട്ടിയിട്ട് പുറയെന്ന് ബ്രിട്ടീഷുകാർ വെടിവെക്കാൻ ഒരുങ്ങി. വെടിവെക്കുന്നതിന് മുമ്പ് വാര്യംകുന്നത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെ കലാപം ഉണ്ടാക്കുന്നത്? നിങ്ങളെ മെക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കാം. വാര്യംകുന്നം പറഞ്ഞു, എനിക്കിഷ്ടമാ മെക്ക. ഞാൻ 5 തവണ മെക്കയിൽ പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഞാൻ മെക്കയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ 5 നേരം നിസ്കരിച്ചു തുടങ്ങിയത് ഈ മലയാള മണ്ണില. ഞാൻ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചത് ഈ മലയാള മണ്ണില. ഞാൻ മദ്രസയിൽ പോയി അറബ് പഠിച്ചത് ഈ മലയാള മണ്ണില. ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച രാജ്യത്തിന്റെ പേര് മലയാള രാജ്യ. ഞാൻ മെക്കയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്റെ പുറകിൽ നിന്ന് കണ്ണു കെട്ടി വെടിവെക്കാതെ തന്റെ ഇടമുണ്ടെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് വെടിവെക്കടാ പട്ടികളെ എന്ന് പറഞ്ഞ ആളിന്റെ പേരാ വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാം, മുസ്ലിങ്ങൾ രാജ്യദ്രോഹികൾ, ജിഹാദികൾ. നിങ്ങൾ ഓർക്കൂ, VD സവർക്കർ 40 തവണ മാപ്പെഴുതി കൊടുത്തയാൾ. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു കവിത അറിയാവോ? എന്റെ ഉപ്പുപ്പാന്റെ കുഴിമാടം തുറന്നു നോക്കിയാൽ ആ മയ്യത്തിന്റെ പുറത്ത് ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ പാടുകൾ കാണാം. ആ ബൂട്ടിന്റെ പുറത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പൂർവികരുടെ നാവിന്റെ അടയാളങ്ങൾ കാണാം. ഇതാണ് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രശസ്തമായ കവിത. ആ വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചുവെങ്കിൽ മുസോളിനി മരിച്ചത് പിറകിൽ നിന്ന് വെടിയേറ്റിട്ടാണ്. അതുകൊണ്ട് വിദേശ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കരുത്. ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരഥന്മാർക്ക് നേതൃത്വം കൊടുത്തതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിവേകാനന്ദൻ BJPക്ക് ഞാൻ ഇവരെ എല്ലാം വിടുന്നു. വാര്യംകുന്നത്തിനെ വിടുന്നു, നെഹ്റുവിനെ വിടുന്നു, അംബേദ്കറിനെ വിടുന്നു, EMSനെ വിടുന്നു, ഉമ്മൻചാണ്ടിയെ വിടുന്നു, പിണറായി വിടുന്നു, എല്ലാവരെയും വിടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ സാക്ഷാൽ വിവേകാനന്ദൻ. ഒരു RSSകാരൻ കല്യാണം കഴിക്കുമ്പോൾ മറ്റേ RSSകാരിക്ക് മംഗളപത്രം കൊടുക്കുന്ന സാധനമല്ല വിവേകാനന്ദൻ. അതിനപ്പുറത്ത് വിവേകാനന്ദനായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. വിവേകാനന്ദന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തി എന്താ? അദ്ദേഹത്തെ പ്രസക്തനാക്കിയ പ്രസംഗം എന്താ? അമേരിക്കയിലെ ചിക്കാഗോയിലെ പ്രസംഗമാണ്.
ആ പ്രസംഗത്തിന്റെ പീഠത്തിൽ കയറിയുന്നുണ്ട് വിവേകാനന്ദൻ വിളിച്ചു, മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, എന്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ. 6000 മതവിശ്വാസികൾ വിവേകാനന്ദന്റെ നേർക്ക് നോക്കി. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതർ, പാഴ്സികൾ എല്ലാവരും നോക്കി. ആരായത്? നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട്, തലയിൽ ഒരു കെട്ട്, ഒരു തടിച്ചെരുപ്പിന്റെ പുറത്ത് കയറി നിൽക്കുന്നു. എല്ലാവരും വിളിക്കുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഈ മനുഷ്യൻ പറഞ്ഞു, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. വെണ്ണയിൽ കത്തി ഇറങ്ങുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഊർന്നിറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ആർഷഭാരത്, ഞാൻ ആർഷഭാരതത്തിൽ നിന്നാണ് വരുന്നത്. ആളുകൾ സാഹുവം നോക്കി, എന്തടോ ഈ ആർഷഭാരതം? അത് മനസ്സിലാക്കിക്കൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു, ലോകത്ത് പല രാജ്യങ്ങളിലും പല മതങ്ങളെയും ആട്ടിയോടിക്കുമ്പോ എല്ലാ മതങ്ങൾക്കും സ്വാഗത കവാടം തുറന്നിട്ട് കൊടുക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ആർഷഭാരതം. അതാണ് വിവേകാനന്ദന്റെ വാക്ക്. ആ വിവേകാനന്ദനെ പഠിച്ചിട്ടാണോ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നത്? 20 കോടി മുസ്ലിങ്ങളെ പുറത്താക്കാൻ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നത്? 60%, 80% വരുന്ന പിന്നോക്കക്കാരെ നശിപ്പിക്കാൻ നിങ്ങൾ ബില്ല് കൊണ്ടുവന്നത്? അതുകൊണ്ട് ഇന്ത്യ മതേതര രാജ്യമായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അവിടെ എല്ലാ മതങ്ങളും ഉണ്ടാവണം, എല്ലാ വിശ്വാസങ്ങളും ഉണ്ടാവണം, എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം. മനുഷ്യൻ പരസ്പരം സഹകരിക്കണം. അവൻ പെരുന്നാളിനും പിന്നെ ഓണത്തിനും പരസ്പരം സഹകരിക്കണം. സഹോദരി സഹോദരന്മാരായിട്ട് ജീവിക്കണം. അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പള്ളിയിലോ അമ്പലത്തിലോ എവിടെ വേണമെങ്കിലും പോകാം. മഹാത്മജി ഏതെങ്കിലും അമ്പലത്തിൽ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ പോയി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മഹാത്മാഗാന്ധി ഒരു അമ്പലത്തിലും പോയിട്ടില്ല, പള്ളിയിലും പോയിട്ടില്ല. ഇനി ഇന്ത്യ വിഭജിക്കാൻ കൂട്ടുനിന്ന മുഹമ്മദ് അലി ജിന്ന പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടോ? മുഹമ്മദ് അലി ജിന്ന ചുരുട്ട് വലിക്കുമായിരുന്നു, അനിസ്ലാമികം. മുഹമ്മദ് അലി ജിന്ന മദ്യം കഴിക്കുമായിരുന്നു, അനിസ്ലാമികം. മുഹമ്മദ് അലി ജിന്ന മതവേഷം ധരിച്ചിട്ടില്ല, കോട്ട് ധരിക്കുമായിരുന്നു, പാശ്ചാത്യം, അനിസ്ലാമികം. നിങ്ങളുടെ നേതാവ് വി.ഡി. സവർക്കർ അമ്പലത്തിൽ പോയിട്ടില്ല. ഇവർക്കൊന്നും മതവും ദൈവവും അല്ല പ്രശ്നം. ഇവർക്കൊക്കെ കോർപ്പറേറ്റുകൾക്ക് രാജ്യം എഴുതി കൊടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. ബി.ജെ.പിയുടെ ചരിത്രബോധവും ബി.ജെ.പിയുടെ വിവരക്കേടും ഒക്കെ നമ്മൾ ചാനൽ ചർച്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ബി.ജെ.പിയുടെ ഒരാൾ ഈ അടുത്ത സമയത്ത് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനോട് വലിയ ദേഷ്യമായിരുന്നു EMS. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ അദ്ദേഹം അവിടെ പോകാൻ തയ്യാറായില്ല. അപ്പൊ അവതാരക ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ കയ്യിലിരിപ്പുണ്ട് പുസ്തകം. അദ്ദേഹം പറയുകയാണ്, EMS എഴുതിയ പുസ്തകം ഇരിപ്പുണ്ട്. ശ്രീനാരായണ ഗുരുവിനോട് എനിക്കുള്ള വിരോധം കൊണ്ട് ഞാൻ അവിടെ പോയില്ല എന്ന് EMS എഴുതിയ പുസ്തകം എന്റെ കയ്യിരിപ്പുണ്ട്. ആ രേഖയല്ല എന്റെ കയ്യിരിപ്പുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നതെന്ന 1888. EMS ജനിച്ചതെന്ന 1909. എന്തുകൊണ്ടാ പോയിരുന്ന? വണ്ടി കിട്ടിയില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ രേഖയെല്ലാം എന്റെ കയ്യിലുണ്ട്. ശങ്കരാടി പറയുന്നത് പോലെയാണ്. ശങ്കരാടി വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, രേഖയെല്ലാം എന്റെ കയ്യിലുണ്ട്. ഇന്നസെന്റ് താഴോട്ട് നോക്കിയപ്പോഴാ ചങ്ങല കിടക്കുന്നു. ചങ്ങല സ്വാമി, ഇവനെല്ലാം വട്ടുപിടിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ തീരുമാനിച്ചു. രാജ്യത്താദ്യമായി മതത്തിന്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇത് മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ പ്രശ്നമൊന്നുമല്ല. മതത്തിന്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവരുന്നതോടുകൂടി ഇന്ത്യ മതരാഷ്ട്രമായി മാറും. പാകിസ്ഥാനെ പോലെയാകും. അതാണ് പാകിസ്ഥാനിലെ ഒരു എഴുത്തുകാരി പറഞ്ഞത്, ഞങ്ങളെ പോലെ നിങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആയി മാറും, മതരാഷ്ട്രമായി മാറും. ആയി മാറിക്കഴിഞ്ഞാലോ ഇന്ത്യ സ്വതന്ത്രമായി 75 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. പാകിസ്ഥാൻ സ്വതന്ത്രമായി 25 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായി. ഇന്ദിരാഗാന്ധി നടത്തിയ യുദ്ധം, പാകിസ്ഥാനുമായിട്ട് നടത്തിയ യുദ്ധം, ബംഗ്ലാദേശ് ഉണ്ടായി. പാകിസ്ഥാൻ രണ്ടായി. ജുമാ നടക്കത്തില്ല പാകിസ്ഥാനിൽ എല്ലാ വെള്ളിയാഴ്ചയും. ബോംബ് സ്ഫോടനം നടക്കുന്നേ. വളരെ സമാധാനത്തോടുകൂടി വെള്ളിയാഴ്ച പോയി പള്ളി നിസ്കരിക്കാൻ ചെല്ലുന്ന സാധാരണ മുസൽമാന് കിട്ടുന്നത് ബോംബ് സ്ഫോടനമാണ്. അതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ ദുശാസനനും ദുര്യോധനനും കൂടെ തുടങ്ങിയിരിക്കുന്നത്. അതെന്റെ വാചകമല്ല, യശ്വന്ത് സിംഗ് പഴയ BJP നേതാവ് പറഞ്ഞേ, ദുര്യോധനനും ദുശാസനനും. കപിൽ സിബൽ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞ 2 ദിനോസറുകൾ. ഇവർ രണ്ടുപേരുടെ ഇറങ്ങിയിരിക്കുകയാണ്. BJP-ക്കാർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നു. ഇവരുടെ ആശയം എവിടുന്നാ കിട്ടിയത്? ഈ കഴിഞ്ഞ മാസമാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു നിയമം കൊണ്ടുവന്നു. 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നവർക്ക് വിസ അനുവദിക്കില്ല. 7 മുസ്ലിം രാജ്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ മതന്യൂനപക്ഷങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിസ അനുവദിക്കും. അവിടുത്തെ പാർലമെന്റ് മെമ്പർമാർ എവിടെ പോയി? സുപ്രീം കോടതി പോയി, അമേരിക്കൻ സുപ്രീം കോടതി. ആ സുപ്രീം കോടതി പറഞ്ഞു, ഈ നിയമം ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, പിൻവലിക്കാൻ പറഞ്ഞു. ഇന്ത്യയിൽ സുപ്രീം കോടതി ചെന്നു. അപ്പൊ സുപ്രീം കോടതി പറയാ, നീ എല്ലാം സമരം നിർത്തിയിട്ട് പിന്നെ ആലോചിക്കാവും.
സുപ്രീം കോടതി കാവ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയൂ? നമ്മുടെ അമിത്ഷാ ഒരു 3 മാസം ജയിലിൽ കിടന്നായിരുന്നു. സൊറാബ്ജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു മുസ്ലിം സഹോദരനെ വെടിവെച്ച് കൊന്നു പോലീസ്. വ്യാജ ഏറ്റുമുട്ടലാണ്. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും വെടിയേറ്റ് മരിച്ചു. അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. അമിത്ഷാ 3 മാസം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഈ കേസുമായി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിച്ച ജസ്റ്റിസിന്റെ പേരാണ് ജസ്റ്റിസ് ലോയ. ആ ലോയയോട് ഈ അമിത്ഷായുടെ സുഹൃത്ത് കൊണ്ടുവന്ന് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു അമിത്ഷായെ രക്ഷിക്കാൻ. ലോയ തയ്യാറായില്ല. ഒരാഴ്ചക്കകം ലോയ കൊല്ലപ്പെട്ടു. ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടു. പിന്നീട് വീണ്ടും ആ കേസിന്റെ മേൽ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പഴയ കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും ഈ കേസ് വന്നു. അമിത്ഷായെ വെറുതെ വിട്ടു. സദാശിവത്തെ കേരള ഗവർണറാക്കി. ഇതാണ് സുപ്രീം കോടതി ഇരിക്കുന്നവരെല്ലാം പ്രതീക്ഷയോടിരിക്കുകയാണ്. ഞങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ എവിടുത്തെ ഗവർണറാകാം. ഇതിന്റെ തുടക്കമായിരുന്നു കാശ്മീരിലെ 370-ാം വകുപ്പ്. അതിനു മുമ്പായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ച. പലർക്കും മനസ്സിലായില്ല. പലരും കരുതിയത് രാമൻ ഒരു അമ്പലം പണിയുന്നതിന് എന്തിനാ തർക്കിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആകാമല്ലോ പള്ളി. സുപ്രീം കോടതി ഇപ്പൊ ചോദിച്ചതാണ്. മുസ്ലിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആകാമല്ലോ പള്ളി. കാരണം മുസ്ലിമിനെ ആരാധിക്കുന്നതിന് ഒരു പ്രത്യേക സ്ഥലം വേണമെന്നില്ല. ദാ ഇപ്പൊ വാങ്ക് വിളിക്കുന്നു, ആരാധിക്കാൻ വാങ്ക് വിളി കഴിഞ്ഞു. ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ള താല്പര്യമുള്ള ആൾക്ക് അങ്ങോട്ട് ചെന്ന് നെറ്റി താഴെ തൊടുവിച്ച്, കൈ താഴെ തൊടുവിച്ച്, മുട്ടു താഴെ തൊടുവിച്ച് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാങ്ക് വിളി നടത്താം, അല്ല നിസ്കാരം നടത്താം. ഈശ മുതൽ സുബഹ് മുതൽ ഈശ വരെയുള്ള നിസ്കാരത്തിന് എവിടെയായാലും സ്ഥലം മതി. സുപ്രീം കോടതി ചോദിക്കുകയാണ്, ബാബറി മസ്ജിദ് സ്ഥാപിച്ചത് ബാബർ, തർക്കമില്ല. അവിടെ വിഗ്രഹം കൊണ്ടിട്ടത് ഹിന്ദു തീവ്രവാദികൾ, തെറ്റ്. അത് പൊളിച്ചത്, ഹർസേവ നടത്തിയത് ഹിന്ദു തീവ്രവാദികൾ, അതും തെറ്റ്. എല്ലാം തെറ്റ്. പക്ഷേ രാമൻ ജനിച്ചു എന്ന് പറയുന്നത് കേവലം വിശ്വാസം. ബാക്കി എല്ലാത്തിനും തെളിവ്. പൊളിച്ചതിന് തെളിവ്, പണിഞ്ഞതിന് തെളിവ്, വിഗ്രഹം കൊണ്ടിട്ടതിന് തെളിവ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 5 ഏക്കർ മാറി വാങ്ങിച്ചോളണം. പണ്ടൊക്കെ കാരാളിമുക്കിൽ വഴക്കിടും പറയും, നീ പോയി പള്ളി പോയി പറയടാന്ന് പറയും. ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? പോയി 5 ഏക്കറിൽ പോയി പറയടാന്ന് പറയും. പള്ളിയില്ല. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? തീവ്രവാദ സ്വഭാവം ഇല്ലാത്ത ആളുകളെല്ലാം പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. വഴക്കൊഴിവാക്കാൻ വേണ്ടി ഒരു സഹിഷ്ണുത കാണിച്ചു ഇന്ത്യൻ മുസ്ലിമുകൾ. ചെറിയ സംഖ്യയൊന്നുമല്ല കേട്ടോ, അത് ഞാൻ വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത് പാകിസ്ഥാനിലല്ല, ഇറാനിലല്ല, ഇറാഖിലല്ല, സൗദിയിലല്ല, ഖത്തറിലല്ല, ഒമാനിലല്ല. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിലാണ്. 20 കോടിയാണ്. യൂറോപ്പിലെ ജനസംഖ്യ എത്ര? അമേരിക്കയിലെ ആകെ ജനസംഖ്യ 27 കോടിയാ. സിംഗപ്പൂരിലെ ജനസംഖ്യ 5 കോടിയാ. ഇപ്പൊ ഒരു പെങ്കൊച്ചു പ്രധാനമന്ത്രിയായാലും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഫിൻലൻഡ് 35 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. കൊല്ലം ജില്ലയിലെ ജനസംഖ്യ ഉള്ളൂ. അവിടെയാണ് 20 കോടി ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിംസ്. ഇനി വേറൊരു കണക്ക് നിങ്ങൾ നോക്കിയേ, 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ച വംശമാണ് മുസ്ലിംസ്. 800 വർഷം, ചില്ലറയല്ല. അതിൽ ലോധി വംശമാകാം, ഖോറി വംശമാകാം, അക്ബർ ആകാം, ജഹാംഗീർ ആകാം, ഹുമയൂൺ ആകാം, ഷാജഹാൻ ആകാം, ഔറംഗസീബ് ആകാം, ആരുമാകാം. 800 വർഷക്കാലം. അതിൽ 300 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ജനസാമാന്യമാണ്, മുസ്ലിം വംശമാണ്. 800 വർഷം ഭരിച്ചത്. 300 വർഷം മുഗൾ രാജവംശം. 1857 1-ാം സ്വാതന്ത്ര്യ സമരം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രിയുടെ പേരെന്താ? രാജാവിന്റെ പേരെന്താ? അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങൾ സംഘടിച്ച് 1857 സിപ്പാഹി ലഹള 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഞങ്ങൾ രാജാവിനെ പ്രഖ്യാപിക്കുന്നു. അയാളുടെ പേരെന്താ? ബഹദൂർ ഷാ. മുഗൾ രാജവംശത്തിന്റെ അവസാന ചക്രവർത്തി. രാജ്യത്തിന്റെ ഭരണാധികാരിയായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏൽപ്പിച്ചതാരെയാ? ബഹദൂർ ഷായാണ്. നിങ്ങൾ ഡൽഹി പോയി 80 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആഗ്ര കോട്ടയിലെത്തും. ആ ആഗ്ര കോട്ട പണിഞ്ഞതാരാ? മുഗൾ രാജവംശം. ആഗ്ര കോട്ടയുടെ മുകളിൽ കയറിയുന്നുകൊണ്ട് യമുന നദിക്കരയിലേക്ക് നോക്കിയാൽ നിങ്ങൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാം. ആരാ പണിയിച്ചത്? മുഗൾ രാജവംശം. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയാൽ കാണുന്ന ഫത്തേപൂർ സിക്രി ആരാ പണിയിച്ചത്? മുഗൾ രാജവംശം. അപ്പുറത്തോട്ട് ചെന്നാൽ കാണുന്ന ഡൽഹി ജുമാ മസ്ജിദ് ആരാ പണിയിച്ചത്? മുഗൾ രാജവംശം. ആഗസ്റ്റ് 15-ാം തീയതി ഡൽഹി ത്രിവർണ്ണ പതാക ഉയർത്തപ്പെടുന്ന ലോകത്തെ മനോഹരമായ ചെങ്കോട്ട പണി കഴിപ്പിച്ചതാര്? മുഗൾ രാജവംശം. അപ്പുറത്തോട്ട് പോയാൽ ഹൈദരാബാദിൽ വന്ന ചാർമിനാർ പണി കഴിപ്പിച്ചതാര്? മുഗൾ രാജവംശം. കുത്തബ് മിനാർ പണി കഴിപ്പിച്ചതാര്? മുഗൾ രാജവംശം.
നമ്മൾ പാട്ട് കേൾക്കുന്നവരാണ്, ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നവരാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ വളർച്ച എവിടെ നിന്നുണ്ടായി? മുഗൾ കാലഘട്ടത്തിൽ. ഇവിടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര്, MS സുബ്ബലക്ഷ്മി, നെയ്യാറ്റിങ്കര വാസുദേവൻ എന്നൊക്കെ പേരുകളാണ് കേൾക്കുന്നതെങ്കിൽ വടക്കേന്ത്യൻ സംഗീതത്തിൽ നിങ്ങൾ കേൾക്കുന്ന പേര് അംജദ് അലി ഖാൻ, ഉസ്താദ് അംജദ് അലി ഖാൻ, ഗുലാം അലി, അല്ലെങ്കിൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ, അവരുടെയൊക്കെ പേരുകളാണ് കേൾക്കുന്നത്. ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറഞ്ഞാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് ഈ കുഴൽ വായിക്കുന്ന ആളാണ്. പുല്ലാങ്കുഴലല്ല, ഷഹനായി വായിക്കുന്ന ആളാണ്. ഒരു പുല്ലുകൊണ്ടുണ്ടാക്കിയ കുഴലാണത്, ഷഹനായി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്തിരുന്നാ വായിക്കുന്നേ. രാവിലെ എഴുന്നേറ്റ് സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടാ പുള്ളി അമ്പലത്തിൽ പോകുന്നത്. അതാണ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യം. ആ ഷഹനായി വായിക്കുന്ന ബിസ്മില്ല ഖാൻ, ആ ബിസ്മില്ല ഖാനോട് അമേരിക്കക്കാർ ഒരു ദിവസം ഡൽഹിയിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനാണ്, നിങ്ങൾ അമേരിക്കയിൽ ഒന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. കൂട്ടത്തെ പറയട്ടെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. 80 വയസ്സ് തികഞ്ഞ ഏതൊരു മലയാളിയും ആ ശബ്ദം കേൾക്കാതെ ഉറങ്ങത്തില്ല. സാക്ഷാൽ യേശുദാസ്. ആ യേശുദാസ് പാട്ട് പാടുന്നത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടാണ്. വൈകുന്നേരം തിരിച്ച് അമേരിക്കയിലേക്ക് പോകും പ്രഭചേച്ചിയായിട്ട്. അദ്ദേഹം താമസിക്കുന്നത് അമേരിക്കയിലാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഹരിവരാസനം പാടുന്നത്. പക്ഷേ ഈ ബിസ്മില്ല ഖാനോട് പറഞ്ഞു അമേരിക്കയിൽ ഒന്ന് താമസിക്കാൻ. ബിസ്മില്ല ഖാൻ പറഞ്ഞു, ഞാൻ വന്ന് താമസിക്കാം, എനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഹിന്ദുക്കളുടെ പുണ്യ നദിയാണ് ഗംഗാ നദി. പരമശിവന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. ആ പരമശിവന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്ന ഗംഗാ നദിയെ അമേരിക്കയിൽ കൊണ്ടുവന്ന് ഒഴുക്കാമെങ്കിൽ ഞാൻ അമേരിക്കയിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞ ദേശീയ മുസൽമാന്റെ പേരാ ഉസ്താദ് ബിസ്മില്ല ഖാൻ. ആ ബിസ്മില്ല ഖാന്റെ പാട്ട്, ഗുലാം അലിയുടെ പാട്ട്, അംജദ് അലി ഖാന്റെ പാട്ട്, ഇതെല്ലാമാണ് നോർത്ത് ഇന്ത്യൻ സംഗീതം. ഇനി നിങ്ങൾ ഗസലുമായിട്ട് കേരളത്തിൽ വന്ന ആളാരാ? ഉമ്പായി എന്ന ഇബ്രാഹിം കുട്ടി. ഇങ്ങനെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം കിടക്കുന്നത്. ഇനി ഉറുദു ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? അത് അറബും ഹിന്ദിയും കൂടെ ചേർന്ന ഭാഷയാണ് ഉറുദു ഭാഷ. ജ്ഞാനപീഠം കിട്ടിയ അലി സർദാർ ജാഫറി ഉൾപ്പെടെ ജനിച്ച ഭാഷയാണ്. ഇനി നിങ്ങൾക്ക് മുഹമ്മദ് ഇക്ബാലിനെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയുടെ ദേശീയ സംഗീതം കേൾക്കാൻ പറ്റുമോ? ഈ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനോഹരമായ ഒരു പാട്ട് കേട്ടു, സാരേ ജഹാം സെ അച്ഛ. ആ പാട്ട് എഴുതിയത് സ്വാമി വിദ്യാനന്ദ സരസ്വതി അല്ല, ആ എഴുതിയ ആളിന്റെ പേരാണ് മുഹമ്മദ് ഇക്ബാൽ. ആ പാട്ട് എഴുതിയ ആളിന്റെ പേരാ സാരേ ജഹാം സെ അച്ഛ. അത് മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇവിടെ ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രൈസ്തവ മതത്തിന്റെ ഒരുപാട് ചേരുവകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചേരുവകളിൽ നിന്നുണ്ടായതാണ് ഇന്ത്യ. ഒരു മതം മാത്രമല്ല, 14 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഇസ്ലാം മതം ഉണ്ടായിട്ട്. പക്ഷെ 3000 വർഷത്തെ പഴക്കമുണ്ട് അറബ് ജനതയും ഇന്ത്യൻ ജനതയുമായിട്ടുള്ള സംസ്കാരത്തിന്, സംസർഗത്തിന്, സംവാദത്തിന്. നമ്മുടെ ഭാഷകളിലുള്ള വാക്കുകളെല്ലാം നിങ്ങൾ നോക്കൂ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്ക് പേർഷ്യൻ വാക്കാണ്, അറബ് വാക്കാണ്. സമയക്കുറവുണ്ട്, ഞാൻ അതിൽ കടക്കുകയല്ല. ഇതെല്ലാം വിദേശത്തു നിന്ന് വന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ മലയാളത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം പോലും നമ്മുടേതല്ല. ദോശ നമ്മുടേതല്ല, ഇഡ്ഡലി നമ്മുടേതല്ല, പുട്ടു നമ്മുടേതല്ല. കേരളക്കാരന്റെ ഭക്ഷണം എന്തുവാ? പഴങ്കഞ്ഞി മാത്രമായിരുന്നു. അത് തലേന്ന് ചോറ് വെക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇവരൊക്കെ പറയട്ടെ, CK ഗോപി ഇരിപ്പുണ്ട്, കാര്യവള്ളി ഇരിപ്പുണ്ട്, ഇവരെല്ലാം പറയട്ടെ പ്രായമായുള്ള പണ്ട് കേരളത്തിലെ ഭക്ഷണം എന്തായിരുന്നു? ചിലപ്പോൾ കാര്യവള്ളിയിലൊക്കെ ചിലപ്പം വേറെയൊക്കെ രാവിലെ എന്തെങ്കിലും കണ്ടേക്കുമായിരിക്കും. ഞാൻ അദ്ദേഹത്തിന് വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. പുട്ടാരുടെയാ? പോർട്ടുഗീസുകാരൻ്റെയാണ്. ദോശയാരുടെയാ? തമിഴ്നാട്ടുകാരൻ്റെതാണ്. ഈ നമ്മളിട്ടിരിക്കുന്ന ഷർട്ട് ആരുടേതാ? കേരളീയൻ ഷർട്ട് ഇട്ടിരുന്ന, ഇന്ത്യക്കാരൻ ഷർട്ട് ഇട്ടിരുന്ന. ഈ ഷർട്ട് പോലും വിദേശിയുടേതാണ്. ഈ ഷർട്ട് കൊണ്ടുവന്ന് വിദേശീയരാ, നമ്മളല്ല. കേരളക്കാരെടുക്കുന്ന സാരി കേരളീയന്റെ ആണോ? അല്ല. 200 വർഷമായുള്ള കേരളത്തിലെ പെണ്ണുങ്ങൾ സാരി ഉടുത്തു തുടങ്ങിയിട്ട്. അത് രാജാ രവിവർമ്മ വടക്കേ ഇന്ത്യയിലെ മറാഠി സ്ത്രീകളുടെ ചിത്രം വരച്ചതിന് ശേഷമാണ് സാരി ഉടുത്തു തുടങ്ങിയത്. ഇതൊന്നും നമ്മുടേതല്ല കേട്ടോ. നമ്മൾ പങ്കുവെക്കലിലൂടെ വളർന്നവരാണ് നമ്മൾ. ആ സംസ്കാരത്തെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ പറയുന്നതല്ല. നിങ്ങൾ ഈ ആശയത്തെ എവിടുന്നാ കൊണ്ടുവന്നേ? നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു. എന്താ ഈ 2020 പ്രത്യേകത എന്നറിയോ? എന്താ ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവന്നെന്നറിയോ? എന്താ കഴിഞ്ഞ പ്രാവശ്യം മോഡി വന്നപ്പോ കൊണ്ടുവരാൻ എന്താ? 2 കാര്യം. ഒന്ന്, ഭൂരിപക്ഷം ഇല്ല, രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല. രണ്ടാമത്തെ കാര്യം എന്താ? ഇത് തുടങ്ങി വെച്ചിട്ട് 100 വർഷം തികയുന്നത് 2025-ലാണ്. ഏകീകൃത സിവിൽ കോഡെന്ന് കൊടിക്കുന്നതിൽ ഒരു പക്ഷേ അതിന്റെ ഗൗരവത്തിലാണോ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും, ഉറപ്പാണ്. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കാരാളിമുക്കിലെ ശുദ്ധഗതിക്കാരായ പാവപ്പെട്ട RSSകാർ ചോദിക്കും, ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു നിയമം വരുന്നതിന് എന്താ കുഴപ്പം? ഒരു നിയമം വരുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഭൂരിപക്ഷത്തിന്റെ നിയമം കൊണ്ടുവരുമ്പോഴാണ് കുഴപ്പമായി മാറുന്നേ. ഭൂരിപക്ഷത്തിന്റെ നിയമം കൊണ്ടുവരാൻ പാടില്ല. കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. ശരി, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പ്രത്യേക അവകാശം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എന്താ സംഭവിച്ചത്? മണിപ്പൂരിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ, ഭൂട്ടാനിൽ പോകാൻ ഒരു ID കാർഡ് മതി കേട്ടോ, വോട്ടേഴ്സ് ID മതി. നേപ്പാളിൽ പോകാൻ ഒരു വോട്ടേഴ്സ് ID മതി. മണിപ്പൂർ എന്ന ഇന്ത്യൻ സംസ്ഥാനത്ത് നിങ്ങൾ പോകണമെങ്കിൽ ILP വാങ്ങിക്കണം, ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും. മണിപ്പൂർ സംസ്ഥാന സർക്കാരിന്റെ അനുവാദം മേടിക്കാൻ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല.
നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു തൂമ്പ പണി ചെയ്യാൻ പറ്റില്ല. 25 ലക്ഷം വടക്കേന്ത്യക്കാർ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നതിന് ഒരു പെർമിഷൻ വേണ്ട. നിങ്ങൾക്ക് മണിപ്പൂരിൽ പോയി 1 സെന്റ് വസ്തു വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മേഘാലയയിൽ പോയി വസ്തു വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നാഗാലാൻഡിൽ പോയ പ്രത്യേക പതാകയുണ്ട്. അപ്പൊ കാശ്മീരിന്റെ പ്രശ്നം എന്താ? കാശ്മീരിലെ സൗഗന്ധിക പൂക്കൾ എന്നാണ് മഹാത്മജി വിശേഷിപ്പിച്ചത്. കാരണം ഇന്ത്യ വിഭജന കാലത്ത് കാശ്മീർ ഇന്ത്യയോടൊപ്പം നിന്നു. 3 പ്രാവശ്യം കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ മനുഷ്യനെ പിടിച്ച് നിങ്ങൾ തടവിലിട്ടിരിക്കുക. 3 പ്രാവശ്യം കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ ആളിനെ, 35 കൊല്ലം MLA ആയിരുന്ന മുഹമ്മദ് തരിഗാമിയെ നിങ്ങൾ പിടിച്ച് ജയിലറക്കകത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയി മുഫ്തി മുഹമ്മദ് സയ്യിദുമായിട്ട് ഐക്യം ഉണ്ടാക്കി. നിങ്ങൾ അവിടെ ഉറപ്പിച്ചതിന് ശേഷം അവരെ പുറത്താക്കി. അബ്ദുള്ള കുട്ടി പഠിക്കുന്നതല്ല ഇതൊക്കെ. അവരെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ വാഴിച്ചിട്ട് ഇവര് പിന്തുണ കൊടുത്തിട്ട് സമയം വന്നപ്പോ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. ആ കാശ്മീരിന്റെ വിഭജനത്തിന്റെ കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നത് എന്താ? പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന മുത്തലാഖാണ്. യാതൊരു തർക്കവുമില്ല, മുത്തലാഖ് ആധുനികതയ്ക്ക് ചേരുന്നതല്ല. ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും ഏത് വിശ്വാസി പറഞ്ഞാലും മുസ്ലിം മുത്തലാഖ് എന്ന് പറയുന്നത് ശരിയായൊരു ഏർപ്പാടല്ല. പക്ഷെ എന്താ സംഭവിച്ചത്? മുത്തലാഖ് സുപ്രീം കോടതി നിരോധിച്ചു. സുപ്രീം കോടതി ഒരു ബൈൻഡിങ് ഓർഡർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. പിന്നെ ഒരു നിയമം ഉണ്ടാക്കണ്ട. നിങ്ങൾ ശാസ്താംകോട്ടെ ആശുപത്രി പോയെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസവ വാർഡ്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ സ്ത്രീകൾക്ക് മാത്രമൊന്നും? ഏത് ആശുപത്രി പോയി നോക്കിയോ, അവിടെ പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ബ്രാക്കറ്റ് സ്ത്രീകൾക്ക് മാത്രമൊന്നും എഴുതിയിട്ടില്ല. കാരണം എന്താ? പ്രസവം സ്ത്രീകൾക്കുള്ളതാണ്. മറ്റുള്ളവർ പരിശ്രമിച്ചാലും നടക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകതയും ഗുണവും അതാണ്. മുത്തലാഖ് ബില്ല് സുപ്രീം കോടതി നിരോധിച്ചു. പിന്നെ അതിന്റെ പുറത്തൊരു നിയമം വേണ്ട. ആ നിയമം കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നേ? ഹിന്ദു കല്യാണം കഴിച്ചൊഴിഞ്ഞാൽ 3 വർഷം തടവില്ല. ക്രിസ്ത്യാനി കല്യാണം കഴിച്ചൊഴിഞ്ഞാൽ 3 വർഷം തടവില്ല. മുസ്ലിം കല്യാണം കഴിച്ചൊഴിഞ്ഞാൽ 3 വർഷം തടവ്. എന്നിട്ട് പറയാം ഇവർക്ക് ജീവനാംശം കൊടുക്കണം. ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവനാംശം കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. മുത്തലാഖ് കൊണ്ടുവന്നു. അതിന്റെ അടുത്ത നടപടിയാണ് പൗരത്വ ബില്ല്. ഇതിന്റെ അടുത്ത നടപടി ഏകീകൃത സിവിൽ കോഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിക്കുന്നു. ആരൊക്കെയാണ്? ത്രിവർണ്ണ പതാകക്കാരും ഹരിത പതാകക്കാരും ചെങ്കൊടിക്കാരും ഒരുമിക്കുന്നു. ഈ രാജ്യത്ത് ജനിച്ചു ജീവിച്ച ഒരാൾക്ക് കൊടുക്കാനുള്ള അടയാളം തന്റെ ശരീരം മാത്രമാണ്. കൊടുക്കാനുള്ള തെളിവ് ദീർഘനിശ്വാസങ്ങൾ മാത്രമാണ്. ആ മനുഷ്യന്റെ പൗരത്വം നഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഈ കൊടി പിടിക്കുന്നവരുടെ അവസാനത്തുള്ളി ചോര ഈ രാജ്യത്ത് ഒഴുകിയിട്ട് അത് സമ്മതിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യത്തിന്റെ ഐക്യമാണത്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ പിഞ്ച് പെൺകുട്ടികൾ ഇറങ്ങിയതുകൊണ്ട് പോലീസുകാർക്കെതിരായിട്ട് പട്ടാളക്കാർക്കെതിരായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞവരുടെ നാവടപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ പിഞ്ച് കുട്ടികളാണ്, പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്. അവരുടെ പിന്നിൽ രാജ്യം ഉണ്ടാകും. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലമാണ്.